സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധനകൾ ആരംഭിച്ചു. സ്കൂൾ വാഹനങ്ങളിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. പാലാ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ കീഴിലുള്ള വാഹനങ്ങളുടെ പരിശോധന ചൂണ്ടശ്ശേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ ബസ്സുകളുടെ സൂക്ഷ്മ പരിശോധന കർശനമാക്കിയത്. കൃത്യമായ അറ്റകുറ്റപ്പണി, വൃത്തി, യന്ത്രഭാഗങ്ങളുടെയും ബാഗപ്പൂട്ടിൻ്റെയും പ്രവർത്തനം, അഗ്നിരക്ഷാ സംവിധാനം, പ്രഥമ ശുശ്രൂഷ കിറ്റ്, ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്നിവയാണ് പ്രധാനമായും നോക്കുന്നത്. പാലാ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന സ്കൂൾ ബസ്സുകളുടെ പരിശോധന ചൂണ്ടശ്ശേരി സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. നമ്പർ 1 മുതൽ 5000 വരെയുള്ള നമ്പറിൽപ്പെടുന്ന വാഹനങ്ങളുടെ പരിശോധനയാണ് ശനിയാഴ്ച നടന്നത്. 5001 മുതൽ വാഹനങ്ങളുടെ പരിശോധന 23-ാം തീയതി നടക്കും. ബ്ലൈൻഡ് സ്പോട്ട് മിറർ സ്കൂൾ ബസ്സുകളിൽ ഉറപ്പായും ഘടിപ്പിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. സ്കൂൾ വാഹനങ്ങൾ നിറം സ്വർണ്ണമഞ്ഞ നിറമായിരിക്കണം. ജനാലയ്ക്ക് താഴെ 15 സെൻറ്റിമീറ്റർ വീതിയുള്ള ബ്രൗൺ ബോർഡ് നിർബന്ധമാണ്. വേഗപ്പൂട്ട്, CCTV, സുരക്ഷാവാതിലുകൾ, വാതിലിൻ്റെ ഇരുവശവും പിടിച്ചു കയറാനുള്ള കൈവരി എന്നിവ ഒരുക്കണം. ബസ്സിൻ്റെ പുറകുവശത്ത് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫോൺ നമ്പർ എഴുതണം. സ്കൂളിൻ്റെ പേരും മേൽവിലാസവും വാഹനങ്ങളുടെ ചുമതലയുള്ള നോഡൽ ഓഫീസറുടെ ഫോൺ നമ്പരും ഇരുവശങ്ങളിലും രേഖപ്പെടുത്തണം. കൂടാതെ ഗുണനിലവാരമുള്ള ഇരിപ്പിടങ്ങളും സ്കൂൾ ബാഗ്, കുട എന്നിവ സൂക്ഷിക്കാനുള്ള റാക്കും ബസ്സിൽ നിർബന്ധമാണ്. സ്കൂൾ ബസ്സുകൾക്ക് മഞ്ഞ നിറം പൂശിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും സർക്കാർ മാനദണ്ഡപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റെജി KK പറഞ്ഞു. സ്കൂൾ വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന EIB ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ EIBക്ക് എല്ലാവിധ ചെക്കിങ്ങുകളും, അതായത് ബ്രേക്ക് ലൈറ്റ് നോക്കുക, ബ്രേക്ക് സിസ്റ്റം നോക്കുക, ഇൻഡിക്കേറ്റർ, വൈപ്പർ മുതലായ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുകയും ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഡ്രൈവർമാർക്ക് കൊടുക്കുന്നതിനും വേണ്ടിയായിട്ട് നമ്മളെല്ലാ വർഷവും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ചെയ്തു വരുന്നതാണ്. തുടർന്നും സ്കൂൾ തുറന്നതിന് ശേഷവും ഈ വക കാര്യങ്ങൾ ഞങ്ങൾ ഫ്രീക്വൻ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ ഈ വർഷവും നടത്തുകയുണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ വർഷവും നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്നത് ചൂണ്ടശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. അവരുടെ ഗ്രൗണ്ടും അവരുടെ ഫെസിലിറ്റീസും നമുക്ക് മാക്സിമം അവർ സഹായിക്കുന്നുണ്ട്, സഹകരണവും തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ടും സുഗമമായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കാൻ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതായത് വാഹനങ്ങൾ നിരത്തിലോടുന്ന വണ്ടികൾക്ക് ഫിറ്റ്നസ് ഉണ്ടായാൽ മാത്രമേ നമുക്കത് പിള്ളേരെ, പ്രത്യേകിച്ച് EIB എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായ ഒരു കാര്യങ്ങളാണ്. സ്കൂൾ കുട്ടികളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് EIB. അതുകൊണ്ട് ഈ വാഹനങ്ങൾക്കെല്ലാം വേണ്ട ഡോക്യുമെൻറ്റ്സുകളെല്ലാം കറക്റ്റ് ഉണ്ടായിരിക്കണം. വാലിഡായ ഡോക്യുമെൻറ്റ്സുകളെല്ലാം ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു ആക്സിഡൻറ്റുകൾ ഉണ്ടായാൽ പോലും അതിന് വേണ്ട ക്ലെയിമുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വാഹനത്തിന് CF ഉണ്ടായിരിക്കണം, ടാക്സ് ഉണ്ടായിരിക്കണം, പെർമിറ്റ് ഉണ്ടായിരിക്കണം, മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്ലെയിമിന് പോലും അർഹതയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഇല്ലീഗൽ സർവീസായി മാറുന്നതായിരിക്കും. ബസ്സുകളുടെ ഫിറ്റ്നസ്, കാലപ്പഴക്കം, ബ്രേക്ക്, ടയർ, ഹെഡ്ലൈറ്റ്, വൈപ്പർ, സീറ്റ് ബെൽറ്റ് തുടങ്ങിയ മെക്കാനിക്കൽ വിഭാഗങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. 100ഓളം വാഹനങ്ങളുടെ പരിശോധന ശനിയാഴ്ച പാലായിൽ നടന്നു. പാലാ ജോയിൻറ്റ് RTO സന്തോഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ റെജി KK, നോബി PM, AMVIമാരായ നസീർ A, വിജോവി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.